ചുരുങ്ങിയത് 2 പതിറ്റാണ്ടെങ്കിലുമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയ പരീക്ഷണ ഭൂമിയാണ് മറ്റത്തൂർ. 2 പതിറ്റാണ്ടിന് മുൻപാണ് മറ്റത്തൂരിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ കോൺഗ്രസിനും BJPക്കും സംയുക്ത സ്ഥാനാർത്ഥികളുമായി BJP അവതരിക്കുന്നത്. അതുവരെ രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തമല്ലാതിരുന്ന BJP കോൺഗ്രസിനെ പതിയെ വിഴുങ്ങുകയും ഇപ്പോൾ മറ്റത്തൂരിന്റെ വടക്കൻ മേഖലയിൽ രണ്ടാമത്തെ പാർട്ടിയായി BJP വളരുകയും ചെയ്തു എന്നതാണ് നിലവിലെ സാഹചര്യം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു വിജയിച്ച 8ഓളം കോൺഗ്രസിന്റെ അംഗങ്ങൾ രാജിവെച്ച് BJPയിൽ ചേരുകയും BJP മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന വാർത്ത സ്ഫോടനാത്മകമായാണ് ഇന്നലെ രാഷ്ട്രീയ കേരളം കേട്ടിരിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ, ത്രിപുരയിൽ, ആസാമിൽ, ഗോവയിൽ ഇന്നലകളിൽ നാം കേട്ടിരുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് കേരളത്തിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൂടി വേദിയായിരിക്കുകയാണ്. കേരളം രാഷ്ട്രീയമായി അകറ്റി നിർത്തിയിരുന്ന RSSനെ, സംഘപരിവാരത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക്, അധികാര കേന്ദ്രങ്ങളിലേക്ക് കുതിരക്കച്ചവടത്തിലൂടെ കൂട്ടുനിന്നുകൊണ്ട് കോൺഗ്രസ് വീണ്ടും സ്വീകരിച്ചാനയിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും സംഘപരിവാറിനെ ചെറുത്തു തോൽപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്ന വിശുദ്ധ നുണ പാകം ചെയ്ത് വിതരണം ചെയ്യുന്നവർ അറിയുവാൻ വേണ്ടി പറയുന്നു. ചരിത്രത്തിൽ ഒരിക്കലും സംഘപരിവാറിനെ ചെറുത്തു തോൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റത്തൂരിലെ BJPയെ അധികാരത്തിൽ നിന്ന് പടിയിറക്കുവാൻ ഇപ്പോഴും കോൺഗ്രസിന്റെ കയ്യിൽ ആയുധമിരിക്കുന്നുണ്ട്. 8 പേർ മത്സരിക്കുവാൻ വേണ്ടി കൈപ്പത്തി ചിഹ്നം അനുവദിച്ച് കത്തുകൊടുത്ത അതേ DCC പ്രസിഡന്റ് അയോഗ്യരാക്കുവാൻ ഒരു കത്തുകൊടുത്താൽ ഈ 8 പേരും അയോഗ്യരാക്കപ്പെടുമെന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. BJPയുമായി സഖ്യം ചെയ്യുന്നില്ല എങ്കിൽ DCCയുടെ അധ്യക്ഷൻ അടിയന്തരമായി BJPയെ മറ്റത്തൂർ ഭരണത്തിൽ നിന്ന് വലിച്ചു താഴെയിടുവാൻ ഈ 8 പേരെയും അയോഗ്യരാക്കുവാൻ ഇടപെടുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെ എക്കാലത്തെയും സംഘപരിവാർ ബാന്ധവത്തിന്റെ ചരിത്രശേഷിപ്പായി മറ്റത്തൂർ എന്ന സ്ഥലനാമം മാറുക തന്നെ ചെയ്യും. മറ്റത്തൂരിന്റെ മതനിരപേക്ഷ മനസ്സ് ഒരു കാലത്തും ഈ സംഘപരിവാർ കുതിരക്കച്ചവടത്തിനും കോൺഗ്രസിനും മാപ്പു നൽകുകയില്ല.